നമസ്കാരം. ഓം 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 കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 28. ഇപ്പോൾ ഖരനും ശ്രീരാമനും കൂടി അതിഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അന്യോന്യം അമ്പെയ്ത് ആ ദിക്കുകളെല്ലാം നിറച്ചു. അവിടെയെല്ലാം അന്ധകാരമായി. സൂര്യരശ്മി വീഴാൻ പോലും സാധിക്കാത്ത വണ്ണം അമ്പുകൾ കൊണ്ട് നാനാ ദിക്കുകളും നിറഞ്ഞു. ഇങ്ങനെ ഖരൻ അനേകായിരം അമ്പുകൾ ഒന്നിച്ച് രാമൻ്റെ നേർക്ക് തൊടുത്ത് വിട്ടപ്പോൾ മഹർഷി അഗസ്ത്യൻ കൊടുത്തിരുന്ന മഹത്തായ വൈഷ്ണവ ധനുസ്സുയർത്തി ഖരൻ്റെ നേർക്ക് രാമൻ ആഞ്ഞെടുത്തു. അങ്ങനെ ക്രോധാവിഷ്ടനായ രാമൻ ആ വൈഷ്ണവ ധനുസ് ഖരൻ്റെ നേർക്ക് എയ്യുകയും ഖരൻ്റെ ധ്വജം അറുത്തു വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ ആ സ്വർണധ്വജം പൊടി പൊടിയായി ചിതറിയിട്ട് ഭൂമിയിലേക്ക് വീണ് താണു എന്ന് പറയുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 24. തം ചതുർഭി ഖരക്രുദ്ധോ രാമം ഗാത്രേഷു മാർഗണൈഹൈ വിവ്യാധ ഹൃദി മർമ്മജ്ഞോ മാതാംഗം ഇവതോമരൈഹൈ. മർമ്മജ്ഞനായ ഖരൻ ക്രുദ്ധനായി 4 അമ്പുകൾ രാമൻ്റെ അംഗങ്ങളിലേക്ക് ആനയെ തോട്ടികണ്ടെന്ന പോലെ കുത്തിക്കയറ്റത്തക്കവണ്ണം എയ്തു. ശ്ലോകം 25. സ രാമോ ബഹുഭിർബാണൈഹൈ ഖര കാർമുകനിസൃതൈഹൈ വിദ്ധോ രുധിരസിക്താംഗോ ബഭൂവ രുഷിതോ ഭൃശം. ഖരനെയ്ത അനേകം അമ്പുകളേറ്റിട്ട് മുറിവേറ്റ് ചോരയൊഴുകുന്ന അംഗങ്ങളോടുകൂടി രാമൻ വളരെയേറെ രുഷ്ടനായി. 26, 27 ശ്ലോകങ്ങൾ. സ ധനുർധന്യുനാം ശ്രേഷ്ഠഃ സംഗൃഹ്യ പരമാഘവേ മുമോച പരമേശ്വാസ ഷഡ്ശരാനഭിലേക്ഷിതാൻ. ശിരസ്യകേന ബാണേന ദ്വാഭ്യാം ബാഹ്യോരഥാർപ്പയത് ത്രിഭിച്ഛന്ദ്രാർത്ഥവക്ത്രൈച്ഛ പക്ഷ്യസഭിര്യഖാനഃ. 26, 27 ശ്ലോകങ്ങളുടെ അർത്ഥം. ആ വില്ലാളി വീരനും അതിമഹത്തായ ധനുസ്സുള്ളവനുമായ രാമൻ വില്ലെടുത്ത് അതിഘോരങ്ങളായ 6 അമ്പുകൾ എയ്തു വിട്ടു. ഒരു ബാണം ശിരസിലേക്ക്, 2 എണ്ണം 2 കൈകളെ ലക്ഷ്യമാക്കിയിട്ട്, അർദ്ധചന്ദ്രാകാരമായ 3 എണ്ണം മാറിലേക്കും. ശ്ലോകം 28, 29, 30, 31. തത പശ്ചാൻ മഹാതേജ നാരാജാൻ ഭാസ്കരോപമാൻ ജഘാന രാക്ഷസം ക്രുദ്ധ സ്ത്രയോദശ ശിലാശിതാൻ. രഥസ്യ യുഗമേകേന ചതുർഭി ശവളാൻ ഹയാൻ ഷഷ്ടേന ച ശിരസംഖ്യേ ചിച്ഛേദ ഖരസാരഥേ. ത്രിഭിസ്ത്രിവേണൂൻ ബലവാൻ ദ്വാഭ്യാമക്ഷം മഹാബലഃ ദ്വാദശേന തു ബാണേന ഖരസ്യ സശരം ധനുഃ. ചിത്വാ വജ്രനികാശേന രാഘവ പ്രഹസന്നിവ ത്രയോദശേനേന്ദ്രസമോ വിഭേദേ സമരേ ഖരം.
28 തുടങ്ങി 31 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. അതിനും പുറമെ തേജസ്വിയായ അദ്ദേഹം സൂര്യസന്നിഭങ്ങളായ 13 നാരാജങ്ങൾ രാക്ഷസനെ വധിപ്പാൻ നിശ്ചയിച്ചും കൊണ്ട് കയ്യിലെടുത്തു. ഒന്ന് രഥത്തിൻ്റെ നുകത്തിലേക്കും 4 കുതിരകളിലേക്കുമേതവയെ വീഴ്ത്തി. 6-ാമത്തേത് ഖരസാരഥിയുടെ തല ഛേദിച്ചു. 3 ബാണങ്ങൾ നുകത്തിനെ തകർക്കാനും 2 അച്ചുതണ്ടൊടിക്കാനും 12-ാമത്തേത് ഖരചാപത്തിന് നേരെയും ഖരൻ്റെ വില്ലൊടിച്ചു കളഞ്ഞു. വജ്രതുല്യമായ 13-ാമത്തേത് ചെറുചിരിയോടെ ഖരൻ്റെ നേരെ എയ്ത് ഇന്ദ്രസമനായ രാമൻ അവൻ്റെ ശരീരം പിളർന്നു. ശ്ലോകം 32. പ്രഭഗ്നധന്വാ വിരഥോ കഥാശോ ഗതസാരഥിഃ ഗദാപാണിരവപ്ലുത്യ തസ്ഥൗ ഭൂമൗ ഖരസ്തദാ. വില്ലൊടിഞ്ഞ് രഥം തകർന്ന കുതിരകൾ ചത്ത് സാരഥിയും വധിക്കപ്പെട്ട് ഖരൻ ഗദാപാണിയായി ഭൂമിയിലേക്ക് ചാടി നിന്നു. ശ്ലോകം 33. അവസാനത്തെ ശ്ലോകമാണ് സർഗം 28. തത്കർമ്മ രാമസ്യ മഹാരഥസ്യ സമേത്യ ദേവാച്ഛ മഹർഷയച്ഛ അപൂജയൻ പ്രാഞ്ജലയ പ്രഹൃഷ്ട സ്തദാ വിമാനാഗ്ര ഗദാസമേതാഃ. 33-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: മഹാരഥനായ രാമൻ്റെ പ്രവൃത്തി കണ്ട് അവിടെ വന്നു ചേർന്നിരുന്നവരും വിമാനത്തിലിരിക്കുന്നവരുമായ ദേവന്മാരും മഹർഷിമാരും ആനന്ദിച്ച് കൈകൾ കൂപ്പി അദ്ദേഹത്തെ വാഴ്ത്തി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.